വളരെ ആകർഷകമായ ഒരു പരിപാടിയാണ് റമദാൻ അക്രോസ് ദി വേൾഡ് എന്നുള്ളത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉള്ള ആളുകളുമായി നമ്മൾ നടത്തുന്ന ഒരു കമ്മ്യൂണിക്കേഷനാണ്. ഇന്ന് ആരാണ് നമ്മുടെ കൂടെ വരുന്നത്? വിവരങ്ങളും അന്വേഷണങ്ങളും അറിയാന്ന് പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമാണല്ലോ. തീർച്ചയായിട്ടും. അപ്പം ഇന്ന് നമ്മുടെ കൂടെ നാസിഫ് മനത്തൊടി ഉം. എന്ന ഒരു ആളാണ്. അദ്ദേഹം UK-യിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അദ്ദേഹം ഒരു ഇൻവെസ്റ്ററാണ്, അതേപോലെ മെർക്കൻഡൈസിങ് സൂപ്പർവൈസറുമാണ് Yes. അദ്ദേഹത്തെ നമുക്ക് ഈ ഒരു ഈവനിങ് ലൈവിലേക്ക് സ്വാഗതം ചെയ്യാം. ആദ്യമായിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കണ്ടോ? ഓഡിബിൾ ആണോ? കേൾക്കുന്നുണ്ടോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ ശബ്ദം കേൾക്കണ്ടോ? കേൾക്കുന്നുണ്ട്. ശരിയായി. ഓക്കെ. പീസ് റേഡിയോയിൽ റമദാൻ അക്രോസ് ദ വേൾഡ് എന്ന പ്രോഗ്രാം, അതുപോലെ തന്നെ സന്തോഷ ദിവസങ്ങളിൽ നമ്മളിപ്പോൾ പെരുന്നാൾ ദിവസങ്ങളിലൊക്കെ വേറെയും പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. മുമ്പ് പീസ് റേഡിയോയിൽ എന്തെങ്കിലും പ്രോഗ്രാം നിങ്ങൾ വന്നിട്ടുണ്ടോ? ഞാൻ വന്നിട്ടില്ല. പിന്നെ Okay. ഞാനത് കേട്ടിട്ടുണ്ട്. എന്റെ ഉമ്മ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരാളാണ് പീസ് റേഡിയോ. പിന്നെ പീസ് റേഡിയോ. പിന്നെ എന്റെ ഉപ്പ എന്റെ ഇനീഷ്യൽ ഒന്നും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മനത്തൊടി അല്ല, മാനാത്തൊടിയാണ്. യെസ്. ഞാൻ അബ്ദുള്ള സുല്ലമി മാനാത്തൊടി മകനാണ് ഞാൻ. ഓക്കെ. അപ്പോ എന്റെ ഉപ്പ പിന്നെ ഇവിടെ ഇതിൽ ഇന്റർവ്യൂലൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ. പീസ് റേഡിയോയുടെ ഇന്റർവ്യൂലൊക്കെ വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്. ഫൈൻ. എത്ര വർഷമായി അവിടെ ആയിട്ട്, UK-യിലായിട്ട്? ഇപ്പൊ അത് 3 വർഷമായി. ഇപ്പൊ ഈ ജാനുവരിയിലേക്ക് 3 വർഷമായി. ഓക്കെ. എങ്ങനെയുണ്ട് ജോലിയും ചുറ്റുപാടൊക്കെ? സുഖമായിട്ട് അങ്ങനെ പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. റമദാനിൽ നമ്മളെ ജോലി കുറച്ച് ഷെഡ്യൂൾ സാധാരണ പോലെ തന്നെയാണോ, അതോ മാറ്റം വരുത്തിയിട്ടുണ്ടോ? നമുക്ക് അങ്ങനെ ഇന്റേണൽ ആയിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് റംസാൻ പ്രമാണിച്ച് നമുക്ക് വരുത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതല്ലാതെ പിന്നെ കമ്പനികളൊക്കെ ആസ് യൂഷ്വൽ നോർമൽ ആയിട്ടാണ് പ്രവർത്തിക്കുക. പക്ഷെ നമ്മൾ ചെയ്യുന്ന സ്ഥാപനത്തിൽ നമുക്ക് ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സ്, ഇന്റേണൽ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ നടത്താൻ പറ്റും. അതിനൊക്കെ കുറച്ചുകൂടി ഫ്രണ്ട്ലി ആണ് ഇവിടെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ നൈറ്റ് ഷിഫ്റ്റ് എടുക്കുന്ന ആളുകളാണെങ്കിൽ നമ്മൾ അത്താഴത്തിന്റെ സമയമാകുമ്പോൾ നമ്മുടെ ബ്രേക്ക് ആ സമയത്തേക്ക് ആക്കിയിട്ട് നമുക്ക് പോകാൻ പറ്റും. പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് നമുക്ക് ആ ഒരു സമയത്ത് ഇപ്പൊ നമുക്ക് ബ്രേക്ക് ടൈം അല്ലെങ്കിൽ പോലും നമുക്ക് ബ്രേക്ക് അങ്ങോട്ടേക്ക് ആക്കിയിട്ട് നമുക്ക് ഇന്റേണൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ ഫ്രണ്ട്ലി ആണ് ഇവിടെ. കുറച്ചും കൂടെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇത് ചില ആളുകൾക്ക് ചിലപ്പോൾ വ്യത്യസ്ത അനുഭവങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ നമ്മളിപ്പോ ഒരു 3 വർഷമായിട്ട്, അതും ഞാൻ വ്യത്യസ്ത ഫേമുകളിൽ വർക്ക് ചെയ്യാറുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് ഒരു സ്റ്റോറിലല്ല ഉണ്ടാവുക. അപ്പൊ പല സ്റ്റോറിൽ പല കമ്പനികൾ പല ആളുകളുടെ കൂടെ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇന്ന് വരെ എനിക്ക് നോമ്പായതിന്റെ പേരിൽ ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നോമ്പ് തുറക്കാൻ, അല്ലെങ്കിൽ മഗ്‌രിബിന്റെ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ചില ആളുകളൊക്കെ, അതിപ്പോ എല്ലായിടത്തും സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ, പറയാറുണ്ട്. പക്ഷെ നോർമലി നമുക്കത് ആ മാറ്റങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റാറുണ്ട് ഇവിടെ. നമ്മൾ വിചാരിച്ചപ്പോ നടക്കുന്നുള്ളൊരു തീരുമാനത്തിലാണ് നിങ്ങൾ എത്തിയത്. അതത്രേ ഉള്ളൂ. അതിപ്പോ നമ്മൾക്ക് ഇവിടെ നോമ്പിനെക്കാട്ടിലും, നോമ്പ് ഇപ്പൊ വർഷത്തിൽ ഒരു 30 ദിവസമല്ലേ ഉള്ളൂ. പക്ഷെ നമസ്കാരത്തിന്റെ കാര്യത്തിലാണ് നമ്മൾ വിചാരിച്ചാൽ ഇവിടെ സ്ട്രീറ്റിൽ നിന്നുകൊണ്ട് നമുക്ക് നിസ്കരിക്കാം എന്നുള്ളതാണ്. ആരും അതിനെ ബോധറില്ല. അല്ലെങ്കിൽ നമ്മളിപ്പോ സ്റ്റോറിൽ ഞാൻ ബേസിക്കലി ഉണ്ടാവാറ് ഇവിടുത്തെ പിന്നെ സൂപ്പർ മാർക്കറ്റ്സിലാണ് നമ്മുടെ വർക്ക് കാര്യമായിട്ട് ഉണ്ടാവുക. അപ്പോ നമ്മള് പിന്നെ നിസ്കരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും സ്റ്റോറുകളിൽ ഒരു ക്വയറ്റ് റൂം ഉണ്ടാവും. അത് മൾട്ടി പർപ്പസ് ആയിരിക്കും, പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. അതിൽ നമുക്ക് നിസ്കരിക്കാനും അത് ഉപയോഗിക്കാം. അപ്പോ അവിടെ നിസ്കരിക്കാം. അതല്ല, നമ്മൾ ചെല്ലുന്ന ഒരു സ്റ്റോറിൽ നമുക്ക് നിസ്കരിക്കാൻ സ്ഥലം കണ്ടില്ല, അപ്പൊ നമുക്ക് നിസ്കരിക്കണം, നമ്മുടെ ആ സ്റ്റോറിലുള്ള ഒരു മാനേജർ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അയാളൊരു സ്ഥലം നമ്മൾ കണ്ടെത്തി തരും. അതാണ് ഇന്നേ വരെയുള്ള ഒരു അനുഭവം. അത് പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഒരു വർഷം സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വന്ന ഒരു വർഷം ഞാൻ സ്കൂളിലാണ് വർക്ക് ചെയ്തത്. അപ്പോ അത് ഞാനൊരു അധ്യാപകനല്ല, ടീച്ചിങ് അസിസ്റ്റന്റ് പറഞ്ഞ ഒരു പൊസിഷനില് നമ്മള് ടീച്ചേഴ്സിനെയും സ്റ്റുഡൻസിനെയും അസിസ്റ്റ് ചെയ്യാന്നുള്ള ഒരു പൊസിഷനിലായിരുന്നു. അപ്പോ ഇതുപോലെ ഞാൻ 3-4 സ്കൂളിൽ വർക്ക് ചെയ്തു. അപ്പൊ ഒരു സ്കൂളിൽ ഞാൻ ചെന്ന സമയം, ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഞാൻ സ്കൂളിൽ ചെന്നിരുന്നു, ഒരു 1 വീക്ക് എങ്ങാണ്ട്. അപ്പൊ ആ സ്കൂളിൽ ചെന്ന സമയത്ത് ഞാൻ ഒരാളോട് അവിടുത്തെ ഒരു അധ്യാപകനാണ്, അധ്യാപകന്റെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ നിസ്കരിക്കണം, ഞാൻ മുസ്ലിമാണ്. അപ്പൊ അയാൾ പറഞ്ഞു, ഇവിടെ അങ്ങനെ ഒരു പ്രെയർ സ്പേസ് ഉള്ളതായിട്ട് എനിക്ക് അറിയില്ല. ഇവിടുത്തെ ഒരു ഹെഡ് ടീച്ചറിന്റെ അടുത്ത് നിങ്ങളൊന്ന് സംസാരിക്കുന്നുണ്ട്. എന്നെ ഹെഡ് ടീച്ചറുടെ അടുത്ത് കൊണ്ടുപോയി.
അപ്പൊ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ നിസ്കരിക്കാം. അപ്പൊ അവരെന്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് അവർക്ക് ഇതിന്റെ ഒരു സ്ട്രക്ചർ അറിയില്ല, എത്ര സമയം എത്ര സ്പേസ് വേണം അതൊന്നും അവർക്ക് അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊരു 5 മിനിറ്റ്സ്, എനിക്ക് നിസ്കരിക്കാം, ഒരു 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ്. അപ്പൊ നിങ്ങൾക്ക് ഒരു വലിയ റൂം വേണോ? ഞാൻ പറഞ്ഞു എനിക്ക് ചെറിയൊരു സ്പേസ് കിട്ടിയാൽ മതി. അപ്പൊ പറഞ്ഞെന്താന്ന് വെച്ചാല് ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് അവിടെ നമ്മൾ സ്കൂളിലൊക്കെ നമുക്ക് നമ്മുടെ ATM കാർഡ് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും, നമ്മളെ ഹോട്ടലിലൊക്കെ ഉണ്ടാവുന്ന ഒരു കാർഡ് ആയിരിക്കും. അപ്പൊ ഏത് ഡോറും ആക്സസ് ചെയ്യണമെങ്കിൽ ആ കാർഡ് ടാപ്പ് ചെയ്തിട്ട് നമ്മൾ ഓപ്പൺ ആക്കാം. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞത് നിങ്ങളുടെ പ്രയറിന്റെ സമയമാകുമ്പോ നിങ്ങൾക്ക് ഏത് റൂമാണോ ഇവിടെ എം ടി ആയി കിടക്കുന്നത് അത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയർ ഫിനിഷ് ചെയ്യാമെന്ന് പറഞ്ഞു. ഏത് റൂമും, അത് ഇന്ന റൂം എന്ന് പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് ഏത് റൂമും നിങ്ങൾക്ക് കയറിയിട്ട് നിങ്ങൾക്ക് പ്രേ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരാഴ്ച അത് ഭയങ്കര അപ്പൊ ചില സമയത്ത് ചില റൂമിൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും, ചില ഓഫീസ്. അപ്പൊ ഏത് റൂം പുള്ളി അങ്ങനെ പറഞ്ഞതല്ലേ, ഏത് റൂം നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം, ആക്സസ് ചെയ്തിട്ട് പ്രയർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നമുക്കത് വേണം എന്നുള്ളതാണ്. വേണം നമ്മൾ വെച്ചാൽ ഇവിടെ എവിടെയും എന്ത് കാര്യം ചെയ്യാം എന്നുള്ളതാണ്. തിരക്കുകൾ പറഞ്ഞ് പലരും ഈ എന്താ പറയാ ഇപ്പോ ഈ പുറത്തുള്ള ആളുകൾ പൊതുവെ പറയാറുള്ളതാണ് ഇവിടെ അതിനൊന്നും സ്പേസ് ഇല്ല, അവനൊന്നും കഴിയൂല എന്ന് പറയാറുണ്ട്. നമ്മുടെ രീതികൾ അറിയാത്ത അവര് പോലും ആ രീതികൾ ഇപ്പോഴാണ് അറിയണത്. അത് പറഞ്ഞപ്പോൾ 5 മിനിറ്റ് എടുക്കുള്ളൂ എന്ന് അറിഞ്ഞപ്പോൾ അപ്പോൾ പോലും അതിനുള്ള ഒരു സപ്പോർട്ട് എന്നുള്ളത് വളരെ അത് ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സ് അവർക്കുണ്ട് എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും നമ്മളാണ് അവരോട് പറഞ്ഞാൽ സമ്മതിക്കുമെന്നാവോ, ഒരു ബുദ്ധിമുട്ടാകുമെന്നാവോ, എന്നാൽ നമ്മളത് സ്കിപ്പ് ചെയ്യാം എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നമ്മളെല്ലാവരും ഇത് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായും നല്ലൊരു മെസ്സേജാണ് ഏറ്റവും ആദ്യത്തിൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇനി അദ്ദേഹത്തോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അവിടെ ഇപ്പം പല കാര്യങ്ങളിലും നമ്മുടെ രീതികൾ, ഇസ്ലാമിൻ്റെ രീതികൾ അവിടെ അറിയുന്നുണ്ടാവില്ല. അങ്ങനെയുള്ളൊരു നാട്ടിൽ നിങ്ങൾ ഇപ്പോൾ നോമ്പെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിസ്കരിക്കണം എന്നുള്ളതൊക്കെ അറിയുമ്പോൾ, നിസ്കാരത്തിൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നോമ്പുകാരനാണ് എന്ന് അറിയുമ്പോൾ എന്താണ് അവിടെയുള്ള ആളുകളുടെ മനോഭാവം? നിങ്ങളോട് എന്തെങ്കിലും ഒരു വിരോധങ്ങളുണ്ടോ, അല്ലെങ്കിൽ കൂടുതൽ സപ്പോർട്ടീവാണോ, എന്താണ് അതിനെപ്പറ്റി ഒന്ന് പറയാം? അതില് മൾട്ടിപ്പിൾ ലെയേഴ്സ് ആണ്. ചില ആളുകൾക്ക് ഇതിനെ കുറിച്ച് അറിയാം. അപ്പോ ഇപ്പോ മുസ്ലിംസ് അല്ലാത്ത ആളുകൾ, അപ്പൊ അവര് ഓക്കെ നമുക്ക് എന്താണ് വേണ്ടത്, എന്താണ് നിങ്ങൾക്ക് ആ സമയത്ത് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ, ബേസിക്കലി നമ്മൾ വർക്ക് ചെയ്യുന്നിടത്താണുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അപ്പൊ നമ്മൾ പറയും മഗ്‌രിബിന്റെ സമയമാകുമ്പോൾ നമുക്കൊരു 10 മിനിറ്റ് നോമ്പ് തുറക്കണം, പിന്നെ ഒരു മഗ്‌രിബ് നിസ്കരിക്കാനുള്ള സമയം 15 മിനിറ്റ്. അത് അവർ നമ്മുടെ നോർമൽ ബ്രേക്ക് ടൈമിൽ അവർ ഇൻക്ലൂഡ് ചെയ്യുക പോലും ചെയ്യില്ല. നമുക്ക് നോർമലി ഒരു 1 അവർ ബ്രേക്ക് ഉണ്ടാവും, പക്ഷെ അതിന്ന് അവർ കട്ട് ചെയ്യുകയൊന്നും ചെയ്യൂല. അതവര് അത് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഇപ്പം പിന്നെ ബൈ നെയിം മുസ്ലിംസ് ആയ ആളുകൾ ഉണ്ടാവും, നമ്മൾ പ്രാക്ടീസിങ് അല്ലാത്ത മുസ്ലിംസ് ഉണ്ടാവുമല്ലോ, പല രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിംസ്. അപ്പൊ അവർക്കും ഇതിനോടൊരു, നമ്മൾ ചെയ്യുന്നു എന്നുള്ളതിന്റെ പേരിൽ അതിനോടൊരു റിജക്ഷൻ ഒന്നുമില്ല. അവര് മുസ്ലിംസ് ആയിരിക്കും, അവര് നോമ്പോ നിസ്കാരം ഒന്നും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ എന്നാ ഇവനിപ്പോ അവര് നോമ്പെടുക്കുന്നവൻ, ഞാനിപ്പോ തന്നെയല്ലേ, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിൽ അവരും അതിനെ റെസ്പെക്ട് ചെയ്തിട്ട് നമ്മളായിട്ട് നിൽക്കുള്ളൂ എന്നുള്ള. അതിലേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് മറ്റൊരു വിഭാഗം ആളുകളാണ്. ഇങ്ങനെ ഒരു സിസ്റ്റം അറിയാത്തവരുണ്ട്. ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം, ഇപ്പൊ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ചില സംഭവങ്ങളുണ്ട്. അപ്പൊ അതല്ലാതെ ഒരു റിലീജിയസ് പ്രാക്ടീസിന്റെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ ഫാസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവരതിനെ കുറിച്ച് കൂടുതൽ ചോദിക്കും. അപ്പൊ അതെങ്ങനെയാണ്, നിങ്ങൾ എപ്പോ തുടങ്ങും, ഇതിനൊരു സ്പെസിഫിക് ടൈം ഉണ്ട്, അപ്പൊ എപ്പോ അവസാനിപ്പിക്കും? അപ്പൊ അവര് ചോദിക്കുന്ന ഒരു ചോദ്യം, നോട്ട് ഈവൻ വാട്ടർ എന്നാ ചോദിക്കുക, വെള്ളം പോലും കുടിക്കൂല എന്നാ അവര് ചോദിക്കുക. അപ്പൊ അവരിങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അപ്പൊ അവർ കേട്ടുവെക്കും, അപ്പൊ എത്ര ദിവസം. അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് ഇങ്ങനെ, നമുക്കതൊരു ഇഷ്ടമാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാനും. അപ്പൊ അവര് ഭയങ്കരമായിട്ട് കേട്ടിരിക്കും. ആ ഒരു കേൾവിയാണ് നമുക്ക് പലപ്പോഴും ഇവിടെ ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ പോലെ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലെ പോലെയുള്ള ഒരു എന്താ പറയാ, കേൾക്കാനുള്ള ഒരു മനസ്സില്ലാത്തൊരവസ്ഥ ഇവിടെ ഇല്ല എന്നുള്ളതാണ്. പിന്നെ ഒബിയസ്ലി നെഗറ്റീവ് അനുഭവങ്ങളുള്ള 1-2 സ്ഥലങ്ങളോ അനുഭവങ്ങളൊക്കെ ഉള്ള ആളുകൾ, പക്ഷെ അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യണമല്ലോ. കാരണം അതുപോലെ നിങ്ങളിപ്പോൾ നല്ലൊരു ഇസ്ലാമിക് ബാക്ക്ഗ്രൗണ്ടിൽ ജീവിച്ച ഒരു വ്യക്തിയാണല്ലോ നാട്ടിൽ. അപ്പോൾ സ്വാഭാവികമായും അവിടെ ചെന്ന് അവിടുത്തെ മുസ്ലിംസിൻ്റെ ലൈഫൊക്കെ കാണുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന കുറേ മെസ്സേജുകളുണ്ടല്ലോ, അത് നമ്മുടെ ശ്രോതാക്കളോടൊന്ന് പങ്കുവെക്കാവോ? അതിലിപ്പോ എന്താന്ന് വെച്ചാല്, ഇവിടെ നമ്മുടെ നാട്ടില് എന്താ വെച്ചാൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള സൗകര്യങ്ങളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമുക്കിപ്പോ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക്
പരമാവധി ഒരു 5 മിനിറ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാൽ നമുക്കൊരു പള്ളി കിട്ടും എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ നമ്മൾ അതിനെ നമ്മൾ സെർച്ച് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ നടക്കേണ്ടി വരും. അല്ലെങ്കിൽ ബാങ്ക് നമ്മുടെ ഇവിടെ ഉറക്കെ കേൾക്കാത്തത് നമുക്ക് ഇവിടെ വലിയൊരു പ്രശ്നമാണ് സത്യത്തില്. ഇവിടെ ആകെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ചിലപ്പോ UK 2 പള്ളികളിലാണ്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 പള്ളികളിലാണ് ഇവിടെ പുറത്തേക്ക് ബാങ്ക് വിടാനുള്ള അനുമതിയുള്ളൂ. ഒന്ന് ഈസ്റ്റ് ലണ്ടൻ മോസ്ക്, അത് പഴയ വലിയൊരു മോസ്കാണ്, വേറൊരു മോസ്കും കൂടെ. ബാക്കി ഇങ്ങനെ പള്ളിയില് ബാങ്ക് പുറത്ത് വിടൂല. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ പള്ളിയിൽ ബാങ്ക് കേൾക്കാത്തതുകൊണ്ട് നമുക്ക് നിസ്കാരത്തിന്റെ സമയം നമ്മൾ നോക്കി വെച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ നമ്മളൊരു ആപ്പ് ഓൺ ചെയ്ത് വെച്ചാൽ തന്നെ നമുക്കത് വരുള്ളൂ. ഒന്നത് വന്നു കഴിഞ്ഞാൽ പിന്നെ നിസ്കരിക്കണം എന്നുള്ളത് നമ്മൾ നോക്കി വെക്കണം. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ ഈ ചെറിയ പ്രെയർ ഹാൾസ്, പ്രെയർ റൂംസ് ഒരു 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 സ്ഥലത്തുള്ള ആളുകൾ കൂടിയിട്ട്, അത് ചിലപ്പോ ബേസിക്കലി ഞാനിവിടെ ഈസ്റ്റ് ലണ്ടൻ ഏരിയയിലാണ്. അപ്പോ ഇവിടെ കൂടുതലും ബംഗ്ലാദേശീസ്, പാകിസ്ഥാനികള് അവിടെ ആ പള്ളിയിലെ ബാങ്ക് നിങ്ങൾക്ക് നേരിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ല, ബാങ്ക് പുറത്ത് കൊടുക്കാൻ പറ്റൂല. അപ്പൊ പുറത്ത് കൊടുക്കൂല ഇവിടെ. അപ്പൊ നമ്മളെന്താ വെച്ചാല് നമുക്ക് ആപ്പുകളുണ്ട്, പല ആപ്പുകളുണ്ട്. ആ ആപ്പുകളിൽ നമുക്ക് പ്രയർ ടൈം കണ്ടു കഴിഞ്ഞാൽ അതായിരിക്കും അവരും ഫോളോ ചെയ്യുന്നുണ്ടാവുക. ഇപ്പൊ എന്താ ചിലപ്പോ ഈസ്റ്റ് ലണ്ടൻ ഏരിയയിൽ കുറെ ടൈം സെയിം ആയിരിക്കും. നമ്മള് ബർമിംഗ്ഹാം, മാഞ്ചസ്റ്റർ, സ്കോട്ട്ലൻഡ് ഒക്കെ പോകുമ്പോൾ സമയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഔട്ടർ ലണ്ടനിലേക്ക് പോകുന്തോറും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും സമയത്തില്. ഒന്നത്. രണ്ട്, പിന്നെ നമ്മളെ ഈ മദ്ഹബുകൾ മാറുന്നതിനനുസരിച്ചും എനിക്ക് തോന്നുന്നു ഹനഫികൾക്ക് ചെറിയൊരു സമയ വ്യത്യാസമുണ്ട്. അസറും മഗ്‌രിബും ഒക്കെ തമ്മിൽ ചെറിയ വ്യത്യാസം. അതൊഴിച്ച് ഏറെക്കുറെ എല്ലാവരും ഒരേ ടൈമാണ് ഫോളോ. അപ്പൊ ആ ടൈം നോക്കിയിട്ട് നമ്മൾ പള്ളിയിലേക്ക് അങ്ങ് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിസ്കാരം നടക്കുന്നുണ്ടാവും. പിന്നെ അത് പള്ളിയായിട്ട് ചിലതൊന്നും നമുക്ക് പള്ളിയായിട്ട് തോന്നൂല. അതാ ഒരു ഡോറായിരിക്കും, തുറന്ന് കയറുമ്പോൾ ഉൾഭാഗം കൊണ്ട് നമുക്കതൊരു പള്ളിയായിട്ട് മനസ്സിലാവുള്ളൂ. പക്ഷെ അവിടെ വളരെ ഓർഗാനിക് ആയിട്ട് സംവിധാനങ്ങൾ നടക്കുന്നുണ്ട്. 5 വക്ത് നമസ്കാരം, ക്ലാസ്സുകള്, മദ്രസ സംവിധാനങ്ങള്, പിന്നെ എല്ലാം നടക്കുന്നുണ്ട്. അപ്പൊ നമ്മളൊരു എഫേർട്ട് ഇടുന്നുണ്ട് ആൾക്കാർ ഇവിടെ. പ്രത്യേകിച്ച് ഇവിടെ ഇതും കൂടെ പറയാൻ ഒരു അവസരം കിട്ടിയ വളരെ നന്നായി. അതായത് നമ്മുടെ നാട്ടിലിങ്ങനെ ഇപ്പൊ നമ്മളിങ്ങനെ പല വ്യത്യാസങ്ങളുണ്ടല്ലോ, ആദർശങ്ങളിലെ വ്യത്യാസങ്ങൾ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇവിടെ എന്താന്ന് വെച്ചാല് നമ്മുടെ ദീന് നിലനിർത്തുക എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഇവിടെ എല്ലാവരും മുന്നോട്ട് പോകുന്നത്. അപ്പൊ അവിടെ നമ്മൾ അത്തരം വ്യത്യാസങ്ങൾ നോക്കാതെ ഒരു 10 മുസ്ലിംസ് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ഒരു പ്രയർ സെറ്റപ്പ് ഇവിടെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ചിന്തിക്കുക. അത് അങ്ങനെ ഉയർന്നു വന്ന പള്ളികളും പ്രയർ ഹാളുകളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അവിടെ മദ്രസകളുണ്ട്, ക്ലാസ്സുകളുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ ഇന്നലെ ഇതിന്റെ മുമ്പ് ഞാനൊരു പാകിസ്ഥാനിയുടെ വീട്ടിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇസ്ലാം ഭയങ്കരമായിട്ട് UK പിന്നെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പുള്ളി പറയാ, പഴയ കാലത്ത് ചേർച്ചുകളായിരുന്ന, ക്രിസ്ത്യൻ പള്ളികളായിരുന്ന സ്ഥാപനങ്ങളാണ് പിന്നീട് ഇപ്പോ പള്ളികളായിട്ടും വരുന്നത്. അതുപോലെ തന്നെ അല്ലെങ്കിൽ പിന്നെ വരുന്നത് ബാറുകളോ പബ്ബുകളോ ആയിട്ട് വരുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് പുറത്ത് പറയാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ പുള്ളി അങ്ങനെ ഒരു നോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് ഞാന് ഈ ഡെൻസ്റ്റബിൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് വേറെ ആവശ്യത്തിന് വേണ്ടി പോയതാ. കുറച്ച് ഔട്ടർ, ഇവിടുന്ന് ലണ്ടനിൽ ഒരു 1.5 മണിക്കൂർ ട്രാവൽ ഉണ്ട്. അവിടെ പോയപ്പോ ഞാനിങ്ങനെ വെള്ളിയാഴ്ചയാണ്. അപ്പോ ഒരു 12 മണിയൊക്കെ ആയപ്പോ ഞാനിങ്ങനെ പള്ളി ഗൂഗിൾ മാപ്പിൽ നോക്കുന്ന സമയത്ത് ഡെൻസ്റ്റബിൾ മസ്ജിദ് എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഇമേജ് എടുത്ത് നോക്കുമ്പോ ഒരു ഡെൻസ്റ്റബിൾ ചേർച്ചാ കാണിക്കും, മെത്തേഡിസ്റ്റ് ചേർച്ച് എന്നും കാണിക്കുന്നുണ്ട്. ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെ നോക്കിയാലും ഡെൻസ്റ്റബിൾ മസ്ജിദ് എന്ന് കാണിക്കണം. ബിൽഡിംഗ് നോക്കുമ്പോ ഈ ബിൽഡിംഗ്. എന്തായാലും ഞാനൊരു ഊബർ വിളിച്ചിട്ട് ഞാൻ പോയി അവിടെ എത്തിയപ്പോ സംഭവം മസ്ജിദ് തന്നെയാണ്. അപ്പോ അവര് പുതിയതായിട്ടൊരു പഴയ ചർച്ച് സ്പേസ് എടുത്തിട്ട്, ആ ചർച്ച് ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല, അവരിപ്പോ എന്തായിട്ടുള്ളത് അത് പള്ളിയാക്കിയിട്ട് മാറ്റിയതാണ്. അപ്പൊ അവരവിടെ ക്രൗഡ് ഫണ്ടിങ് ഒക്കെ നടത്തുന്നുണ്ട്. അവർ പറയുന്നുണ്ട് ന്യൂ മസ്ജിദാണ്, നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ മസ്ജിദുകള്, പ്രയർ ഹാളുകളോട് ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. നമുക്ക് നിങ്ങൾ നേരത്തെ ചോദിച്ച പോലെ നിസ്കരിക്കണം, പള്ളിയിൽ നിസ്കരിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈസ്റ്റ് ലണ്ടന്റെ കേസാണ് ഞാൻ പറയണത്, നമുക്ക് അതൊരു ബുദ്ധിമുട്ടല്ല. ഔട്ടർക്ക് പോകുന്തോറും ചിലപ്പോൾ നമ്മൾ കുറച്ചൊക്കെ അങ്ങോട്ടും ഒന്ന് ട്രാവൽ ചെയ്യേണ്ടി വരും. കുറച്ചൊരു ദൂരം ഉണ്ടാവും പള്ളികൾ തമ്മിൽ. അവിടെ സ്ട്രീറ്റ് ദാവ നല്ല പോസിബിലിറ്റി ഉള്ള സ്ഥലമാണല്ലോ അല്ലേ? അത് നമ്മുടെ നാട്ടിലുള്ള അത് നമുക്കൊരു റോൾ മോഡലാക്കി എടുക്കാൻ പറ്റിയ അല്ലെ, കുറച്ച് കാര്യങ്ങളൊക്കെ. അതെ, ഇവിടെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻസിലൊക്കെ നമ്മൾ സ്ഥിരം കാണാറുണ്ട്. അത് ക്രിസ്ത്യാനിറ്റിന്റെ ഉണ്ടാവും,
നമ്മുടെ മുസ്ലിംസിന്റെ ഉണ്ടാവും. ഒരു ഇങ്ങനെ ഒരു ടെന്റ് ഒക്കെ കിട്ടിയിട്ട് ഇങ്ങനെ നമ്മുടെ ഖുർആന് അവര് ഫ്രീ ഖുർആൻ കൊടുക്കും, പിന്നെ ലീഫ്ലെറ്റ്സ് കൊടുക്കും. പിന്നെ ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അപ്പൊ അവിടെ ഇരുത്തിയിട്ട് അവരിങ്ങനെ പറഞ്ഞു കൊടുക്കും. അത് നമ്മൾ സ്ഥിരം കാണുന്ന നമ്മള് ഒരു കച്ചവടം കാണുന്ന പോലുള്ള സ്ഥിരം കാഴ്ചയാണ് ഇതിവിടെ ഉണ്ടാവാറുണ്ട്. നമ്മളവിടെയൊക്കെ ഒരാൾക്ക് സത്യം മനസ്സിലായാലും ഇസ്ലാം സ്വീകരിക്കാൻ പല കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. അവിടെ ഒരു വ്യക്തിക്ക് ഇസ്ലാം സ്വീകരിക്കുന്നത് വളരെ എളുപ്പമാണോ എന്ന് തോന്നിയിട്ടുണ്ടോ? എളുപ്പമാണ്. ഞാന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ ഒരു പുതിയ വീട്ടിലേക്ക് പോയി. അതിന് മുമ്പ് പിന്നെ വേറെ സ്ഥലത്താണ് താമസിച്ചിരുന്നത്, ഡാൾസ്റ്റൺ എന്ന് പറഞ്ഞിട്ട്. അവിടുത്തെ പള്ളിയില് ഓൾമോസ്റ്റ് ഒരു 1.5 വെള്ളിയാഴ്ചകളിൽ എല്ലാ വെള്ളിയാഴ്ചയും ഒരാള് മുസ്ലിം ആവുന്ന ഞാനത് ആദ്യമൊക്കെ വീഡിയോ എടുത്ത് എന്റെ ഫാമിലി ഗ്രൂപ്പിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കോ അയച്ചു കൊടുക്കാറ്. പിന്നെ ഞാനത് നിർത്തി. കാരണം വെച്ചാൽ എനിക്കതൊരു നോർമൽ കാഴ്ചയായിട്ട് മാറി എന്നുള്ളതാണ്. അതായത് ഇപ്പൊ ഈ വെള്ളിയാഴ്ച ഉണ്ടായാൽ ചിലപ്പോൾ അടുത്ത വെള്ളി ഉണ്ടാവില്ല, അടുത്ത വെള്ളി എന്തായാലും ഒരു 1.5 വെള്ളിയാഴ്ചകൾ 1-2 പേര് കലിമ ചൊല്ലി മുസ്ലിം. അതൊരു പിന്നെ ഇവിടെ വന്നിട്ട് കണ്ടതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു. അത് കാണാറുണ്ട്. എന്നപ്പോ പിന്നെ നമ്മളെല്ലാവരും അവരെ ഗ്രീറ്റ് ചെയ്യും, പിന്നെ അവരോട് സംസാരിക്കും. പിന്നെ അവർക്ക് നെക്സ്റ്റ് എന്താണ് അവരുടെ കാര്യങ്ങളൊക്കെ അവർ ചിലപ്പോൾ ആ പള്ളിയിൽ വന്ന് പറഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കൾ വഴി ആ പള്ളിയിൽ എത്തിയതായിരിക്കും. അവര് കൃത്യമായിട്ട് അത് ഫോളോ അപ്പ് ചെയ്യും. അയാളെ ഒരു എന്താ പറയാ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിലും ഒക്കെ അതുവരെ അയാൾ എത്തിക്കും. അതൊന്നും അവിടെ ഒരുപാട് ഒരു പ്രയാസമുള്ള കാര്യമല്ല. ഓക്കെ, ഫൈനലി എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, പൊതുവെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ യൂറോപ്യൻ സംസ്കാരത്തിൻ്റെ പല അവർ കൊണ്ടു നടന്ന ഒരുപാട് കാര്യങ്ങൾ പിന്നീട് അവർക്കത് തിരുത്തേണ്ടി വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ അവർ വേസ്റ്റ് ബില്ല് ഇട്ട കുറേ സംസ്കാരങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എടുത്ത് രണ്ടാമത് ഇതാണ് പുതിയ സംസ്കാരം, ഇങ്ങനെയൊക്കെ പുതിയ ലോകത്ത് ഇങ്ങനെയൊക്കെ വേണം എന്ന് കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം ഇസ്ലാമിലേക്ക് ഒരുപാട് ആളുകൾ കടന്നു വന്ന് ഇസ്ലാമിൻ്റെ ഒരു മാധുര്യം കിട്ടിയതിന് ശേഷം ആണ് എന്നുള്ളത് നമുക്കങ്ങനെ പറയാൻ പറ്റുമോ? ഇസ്ലാമിൻ്റെ ഒരു സക്കീനത്ത് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ വിശുദ്ധ ഖുർആനാവട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളാവട്ടെ, ഇതൊക്കെ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു സക്കീനത്ത്, അത് പിന്നെ അത് ഒരു കാരണമായിട്ടില്ലേ എന്നാണ് ഒന്ന് ചോദിക്കാനുള്ളത്. അതിലെന്താ വെച്ചാൽ നമ്മള് എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്. നമ്മളൊക്കെ ഈ ഒരു പാരമ്പര്യ മുസ്ലിങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ഒരു വേർത്ത് എത്രത്തോളം അറിയും എന്നുള്ളതൊരു വലിയൊരു സംശയമാണ്. നമ്മളൊക്കെ ഇങ്ങനെ ഒരു പാരമ്പര്യമായിട്ട് വന്നതാണ്. പക്ഷെ ഇവിടെയുള്ള ആളുകള് അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ പൊതുവിൽ ഒന്നുകിൽ ഇതറിഞ്ഞ് ഇസ്ലാം എന്താന്ന് അറിഞ്ഞുകൊണ്ട് വന്നവര് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വന്ന പാകിസ്ഥാനീസോ ബംഗ്ലാദേശോ സൊമാലിയൻസ് ഒക്കെ ആയ ആളുകള് ഇവിടെ ഒരു നമ്മുടെ റിലീജിയൻ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടിൽ ജീവിച്ച് പിന്നീട് ആ ബുദ്ധിമുട്ടിലൂടെ ഇസ്ലാമിനെ സ്നേഹിച്ച് കൊണ്ടു നടക്കുന്ന ഒരു സാഹചര്യം. മൂന്നാമത്തെ എന്തെന്ന് വെച്ചാല് ഇവിടെ വന്ന് ഇവിടുത്തെ UK അല്ലെങ്കിൽ US എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് മോഡേണിറ്റിന്റെ അതിന്റെ ഏറ്റവും വലിയ കേന്ദ്രങ്ങളാണ്. അത് ആദ്യം വരുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ അതിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ എല്ലാതും നമുക്കിവിടെ കാരണം അത്രയും പ്രൈവസി, അത്രയും ആരും നമ്മളെ എതിർക്കാനില്ല. അപ്പൊ ഇതിലെല്ലാം പ്രാക്ടീസ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ലൈഫിൽ എന്താ എന്ന് നിൽക്കുന്ന സ്റ്റേജിൽ പിന്നെ അതിലൊരു പീസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇസ്ലാം സ്വീകരിച്ച് വരുന്നവര് ഉണ്ട്. അത് നിങ്ങൾ പറഞ്ഞ പോലെ അവര് പിന്നീട് എല്ലാം വലിച്ചെറിഞ്ഞ് നമ്മളെക്കാളും നമുക്ക് ശരിക്കും, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ, നമ്മളെക്കാളും ഒരു വെളിച്ചം ഇവരെ കാണുമ്പോൾ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. നമ്മൾ ഒരുപാട് ആളുകൾ അങ്ങനെ മീറ്റ് ചെയ്യാറുണ്ട്, ഇസ്ലാമിലേക്ക് വന്നവര്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പള്ളിയിൽ ഇസ്ലാം പഠിച്ച് ഷഹാദത്ത് ചെല്ലാൻ വേണ്ടി വരും അവരെ. നമ്മളെ നിസ്കാര ജുമുഅ കഴിഞ്ഞിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ശരിക്കും ആ ഒരു വെളിച്ചം നമുക്ക് ഇവരെ മേല് ഫീൽ ചെയ്യും. കാരണം ഇവര് നമ്മളെ പോലെ വന്നവരല്ല എന്നുള്ളതാണ് അതിന്റെ ഒരു ഫാക്ട്. പിന്നെ നിങ്ങളൊക്കെ ഒരു പക്ഷെ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ കണ്ടിട്ടുണ്ടാവും, ഇപ്പോ ഈ മെയില് മൊത്തം ടാറ്റു ഒക്കെ അടിച്ച് അങ്ങനെ നടന്ന ആളുകൾ ഇസ്ലാം സ്വീകരിച്ച് വരുമ്പോ അവര് തിരിച്ച് ലേസർ ചെയ്തുകൊണ്ട് ആ ടാറ്റു മുഴുവൻ കളയുന്ന ഒരു സംഭവമുണ്ട്. ടാറ്റു അടിക്കുന്നത് പോലെ തന്നെ പെയിൻഫുൾ ആണ് ആ ടാറ്റു തിരിച്ച് ലേസർ ചെയ്ത് കളയാന്നുള്ളത്. അത്രയും പെയിൻഫുൾ ആണത്. അപ്പൊ അവരതൊക്കെ ചെയ്ത്
പിന്നെ വീണ്ടും ഇസ്ലാമിലേക്ക് വന്ന് നമ്മളെ വസ്ത്രങ്ങൾ ധരിച്ചു. അത് പറഞ്ഞപ്പോഴാണ് ഇപ്പൊ നമ്മുടെ ഈ തോപ്പുണ്ട്, അറബിക് ഡ്രസ് ഉണ്ടല്ലോ, തോപ്പ്, അതൊക്കെ ധരിച്ചിട്ട് ഇവിടെ ഇഷ്ടംപോലെ ആളുകൾ നടക്കുന്നു. ഇപ്പൊ ഞാൻ ബേസിക്കലി പറയണ, എനിക്ക് നമ്മുടെ നാട്ടില് ഒരു പക്ഷെ ഞാനൊരു തോപ്പ് ഇട്ട് ഞാൻ ഇതുവരെ നടന്നിട്ടില്ല. അപ്പൊ നമ്മൾ നടക്കുമ്പോ ഇവൻ എന്താ എന്നുള്ളൊരു, ഇവിടെ ആളുകൾക്ക് ഇവിടെ അതൊക്കെ ധരിച്ചിട്ടാണ് ഇവിടെ ആളുകൾ നടക്കുക. നമുക്കത് അല്ലെ പിന്നെ ഇപ്പോ പിന്നെന്താ പറയാ, 5 വക്ത നമസ്കാരത്തിന് പോകുമ്പോഴാണെങ്കിൽ പോലും ആളുകൾ ധരിച്ചിട്ട് പോലെ, കുട്ടികൾ മദ്രസിലേക്ക് പോണേ, നമ്മുടെ നാട്ടില് മദ്രസിലേക്ക് പോണേ കാഴ്ച നമ്മൾ സ്കൂളിലേക്കൊക്കെ പോണ പോലെയല്ലേ തോന്നുക. ഇവിടെ കുട്ടികൾ മദ്രസിലേക്ക് വൈകുന്നേരം സ്കൂൾ ഇട്ടിട്ട് പോണത് കാണാൻ പറ്റും. അവരിങ്ങനെ ആ ഒരു പിന്നെ തോപ്പിട്ടിട്ട് മേലെ ജാക്കറ്റ് ഒക്കെ ഇട്ട് തൊപ്പിയൊക്കെ ഇട്ടിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, മദ്രസിലേക്കൊക്കെ വൈകുന്നേരം പോകുക. അതൊക്കെ കാണുമ്പോഴൊക്കെ ഒരു രസമാണ്. ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാല്, നമുക്ക് ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ഥലത്താണ് നമുക്ക് ശരിക്ക് പിന്നെ ഇത് എത്രത്തോളം വേർത്തുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാവാം. ഇത് പ്രാക്ടീസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലത്ത്. അപ്പൊ നമ്മൾക്ക് വളരെ പേഴ്സണൽ ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. നമുക്ക് ഒരു പക്ഷെ 3-4 പള്ളി, ഇപ്പോ ഞാൻ താമസിക്കുന്ന എന്റെ നാട്ടില് എന്റെ ഉപ്പ പറയും, നമ്മുടെ ഈ 1 കിലോമീറ്റർ ചുറ്റളവിൽ ഓൾമോസ്റ്റ് ഒരു 10-11 പള്ളി ഉണ്ടെന്ന് പറയും. പക്ഷെ നമുക്ക് എത്രയോ ജമാഅത്ത് മിസ്സാവുന്നുണ്ടാവും. പക്ഷെ ഇവിടെ നമുക്ക് അതിനൊരു സാധ്യത ഇല്ല എന്ന് അറിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ അതിനെ കുറിച്ച് കെയർഫുൾ ആവും എന്നുള്ളതാണ്. അവിടെയാണ് അതിന്റെ ഒരു വേർത്ത്, ദീനിന്റെ ഒരു വേർത്ത് അങ്ങനെയാണ്. നമുക്ക് ഇവിടെ വരുമ്പോഴാണ് ശരിക്ക് ആ ഒരു സംഭവം ഫീൽ ചെയ്യണം. ഇവിടെ നമ്മൾ ഇഷ്ടംപോലെ ആളുകളെ കാണാൻ പറ്റും, വരുന്നവരും. നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ഫീഡുകളിലൊക്കെ സ്വാഭാവികമായിട്ടും ഇതാവും കാണുക നമ്മള്. നമ്മങ്ങനെ ഇഷ്ടംപോലെ ആളുകൾ ഇങ്ങോട്ട് വരുന്നതും വന്നത് പ്രാക്ടീസ് ചെയ്യുന്നതും ആ സാധനങ്ങളൊക്കെയാണ് ഇവരെടുത്ത് ഒഴിവാക്കുന്ന സാധനങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോ ഓരോ പ്രാക്ടീസ് ആണെങ്കിലും കൊണ്ടുവരുന്നത്. അത് വസ്ത്രത്തിലാണെങ്കിലും അതെ, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലാണെങ്കിലും അതെ, ഒക്കെ തന്നെയാണ്. ഇവിടെയൊക്കെ വളരെ കൂളായിട്ട്, ഇപ്പോ ഫോർ എക്സാമ്പിൾ നമ്മൾ വർക്ക് പ്ലേസിൽ മുസ്ലിം പെൺകുട്ടികളോ അല്ലെങ്കിൽ ആൺകുട്ടികളോ നമ്മൾ ഈ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്ന, അവര് വളരെ മൈ റിലീജിയൻ ഡസന്റ് അലൗ ദിസ് എന്ന് അവർ പറയും. കൈ കൊടുക്കുന്ന കാര്യം പറയുമ്പോഴോ അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇവിടെ നോ പറയാം എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലാവും, ഞാനിനിയിപ്പോ ഒരു ബർത്ത്ഡേ കേക്ക് കഴിച്ചു കഴിഞ്ഞാലും കഴിച്ചില്ല എങ്കിൽ ഇവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഞാൻ ഒരു ക്രിസ്മസ് വിഷ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവരെന്ത് വിചാരിക്കും എന്നൊക്കെയാണ് നമ്മുടെ നാട്ടില്. പക്ഷെ ഇവിടെ നിലവിളക്ക് വരെ പിന്നെ കൊടുക്കുന്നുണ്ട്. അതെ സാന്റാക്ലോസ് അപ്പൂപ്പന്റെ തൊപ്പി വരെ ഇടുന്നുണ്ട്. അതിൽ വരെ പിന്നെ ഞാനങ്ങനെ ചെയ്ത പ്രശ്നമാവോന്ന് കരുതുന്ന ആൾക്കാരുടെ നാട്ടിലാണ് നമ്മളില്. ഇവിടെ അത് അവര് മൈ റിലീജിയൻ ഡസന്റ് അലൗ ദിസ് അവര് വളരെ കൂളായിട്ട് പറയും. അതാണ് ഇവിടുത്തെ ഒരു രീതി. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ള എന്താ വെച്ചാല്, ഇപ്പൊ എന്റെ വൈഫ് ഇപ്പൊ എന്തൊക്കെ പറയായിരുന്നു, ഇപ്പൊ എസ്പെഷ്യലി സ്ത്രീകളെ, പെൺകുട്ടികളെ നമുക്ക് വസ്ത്രധാരണം കൊണ്ട് നമ്മൾ ചിലപ്പോ തോന്നും, ചിലപ്പോ ഒരു തല മറക്കുന്നുണ്ടാവില്ല. പക്ഷെ അവള് പറയാ, അവള് വർക്ക് സ്പേസിലൊക്കെ അവര് നോമ്പെടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവര് നിസ്കരിക്കാൻ പോകുന്നുണ്ട്. അപ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുക ഇവര് മുസ്ലിംസ് ആണെന്ന് വരെ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാവുക. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ശരിക്കും പലപ്പോഴും ആരെങ്കിലും തട്ടിട്ടില്ലെങ്കിലോ നമ്മൾ വേഗം ജഡ്ജിമെന്റലാവും അവരെ കുറിച്ച്. ഞാൻ പറയണത് തട്ടിടുക എന്നുള്ളത് ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, നമ്മുടെ നാട്ടിൽ ഭയങ്കര ജഡ്ജ്മെന്റിലാണ്. എന്നാ പിന്നെ അയാളെ നമ്മൾ അപ്രോച്ച് ചെയ്യുക പോലും ചെയ്യൂല പിന്നെ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു പക്ഷെ അവര് പുതിയതായിട്ട് വന്നതായിരിക്കും, അവരിതിലേക്ക് എത്തുന്നേ ഉണ്ടാവുള്ളൂ. പക്ഷെ അവര് ചെയ്യുന്നുണ്ടാവും. അതൊക്കെ ഭയങ്കര പോസിറ്റീവാണ്. വൈഫിന്റെ അടുത്ത് എപ്പോഴും പറയാറുണ്ട്, ചില കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല അവര് ചിലപ്പോൾ മുസ്ലിംസ് ആണെന്നേ മനസ്സിലാവില്ല. അവരാ കാര്യം ഉൾക്കൊണ്ടിട്ടില്ല എന്ന് മനസ്സിലാക്കുക. നമ്മള് അവിടേക്ക് എത്തും അവിടെ എത്തും, 100% അവരെത്തും. കാരണം അതിലേറെ പ്രയാസമുള്ള കാര്യങ്ങളാണല്ലോ നിസ്കരിക്കുക, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക നോമ്പെടുക്കുക എന്നൊക്കെ. പക്ഷെ അവർ അതിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു തലമറക്കുന്നതിലേക്ക് അവർക്ക് എത്താൻ വലിയ പ്രയാസം ഉണ്ടാവില്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. വൈഫിന് ദാവത്തിനുള്ള സാധ്യതകൾ കൂടുതൽ തുറക്കട്ടെ എന്ന് കൂടി നമുക്ക് പറയാം. അതെ, അവളിങ്ങനെ ഇപ്പൊ നമ്മളിവിടെ അടുത്തുള്ള കമ്മ്യൂണിറ്റിയിലുള്ള പള്ളികളിലൊക്കെ അവള് പോവാറുണ്ട്, ആ ഒരു കമ്മ്യൂണിറ്റിയിൽ അവള് കൂടാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പറ്റുന്നവരുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുക. ഇവിടെ പിന്നെ അങ്ങനെ നമുക്കൊരാളുടെ കാര്യം സംസാരിക്കാം, ഇഷ്ടമല്ലെങ്കിൽ ഓക്കെ, ഇഷ്ടമല്ല എന്ന് അവര് പറയും, സ്റ്റോപ്പ് ചെയ്യാം. നമ്മുടെ നാട്ടിലെ പോലെ അതിന്റെ ശേഷം ഫർദർ ആയിട്ടുള്ള അയാളെ ചൂടാവുക, അയാളുടെ ദേഷ്യം പിടിച്ച അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല എന്നുള്ളതാണ്. പിന്നെ ഭയങ്കര ടോളറന്റ് ആണ് ഇവിടെ, നമ്മൾ ജനറലി പറയുകയാണെങ്കിൽ കേട്ടോ. ഭയങ്കര എല്ലാം കേൾക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഭയങ്കര പിന്നെ ഉള്ളൊരു നാടാണ്. അതായത് പിന്നെ മറ്റൊരു കാര്യം, ഒരുപാട് പരാതികൾ പറയാനില്ല അല്ലെ. ഇപ്പൊ നിങ്ങളെ സംസാരത്തിലുടനീളേ അവിടുത്തെ ലിമിറ്റേഷൻസ് പറഞ്ഞ് നിങ്ങൾ പരാതി പറയുന്നതിന് പകരം അതിനെ പോസിറ്റീവായി എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷെ എല്ലാവർക്കും അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടാവട്ടെ എന്ന് കൂടി നമുക്ക് പറയാം.
പിന്നെ അതുപോലെ തന്നെ ഇപ്പോ ആസ് എ ഗവൺമെന്റ് അല്ലെങ്കിൽ ലണ്ടൻ അല്ലെങ്കിൽ UK എന്ന് പറയുന്ന ഒരു yes. കൺട്രി ഭയങ്കരമായിട്ട് നമ്മുടെ പ്രോ ഇസ്ലാമിക് ആയിട്ടുള്ള സംഭവങ്ങൾ, ഫോർ എക്സാമ്പിൾ പ്രോപ്പർ സെൻട്രൽ ലണ്ടൻ എന്ന് പറയുന്ന ഓക്സ്ഫോർഡ് സർക്കസ് എന്ന് പറഞ്ഞ ലൊക്കേഷനാണ് പ്രോപ്പർ സെൻട്രൽ ലണ്ടൻ എന്ന് പറയുക. അപ്പോൾ ഈ സെൻട്രൽ ലണ്ടനിലാണ് ഓരോ ആഘോഷങ്ങള് അല്ലെങ്കിൽ ഓരോ തരം പ്രത്യേക ദിവസങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഓക്സ്ഫോർഡ് സർക്കസിൽ എങ്ങനെ ചെയ്തു എന്നാണ് നമ്മൾ നോക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ക്രിസ്മസ് ആകുമ്പോൾ ക്രിസ്മസ് ലൈറ്റ്സ് Okay. സംഭവങ്ങളൊക്കെ. അതുപോലെ നമ്മുടെ റമദാൻ വരുമ്പോ റമദാൻ മുബാറക് എന്ന് പറഞ്ഞിട്ട് ക്രിസ്മസിന്റെ പോലെ തന്നെ അവർ ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് അതൊരു അക്സെപ്റ്റൻസിന്റെ ഒരു സിമ്പിളാണ് ശരിക്കും. Yes. അല്ലെങ്കിൽ പെരുന്നാളാവുന്ന സമയത്ത് പെരുന്നാളിന്റെ സിമ്പിൾസ് സംഭവങ്ങളൊക്കെ വെക്കുക. അപ്പൊ എല്ലാവരും അറിയാണല്ലോ ഇങ്ങനെ ഈദ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. മുസ്ലിംസിന്റെ ആഘോഷത്തിനും അതുപോലെ തന്നെ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത്. പിന്നെ ഇപ്പോ നമ്മുടെ ലണ്ടൻ അത് മേയർ ഗവൺമെന്റ് തന്നെ സാദിഖ് കൈയെടുത്ത് ഖാനാണ്. ചെയ്യണതാണോ? ഗവൺമെന്റ് എങ്ങനെ? തന്നെ ഗവൺമെന്റ് ചെയ്യണം, കൈയെടുത്ത്. ഗവൺമെന്റ് ചെയ്യണാണ്, ഗവൺമെന്റ് Okay. ചെയ്യണത്. Fine, fine. അതാ ഞാൻ പറഞ്ഞത്, ഓക്സ്ഫോർഡ് സർക്കസില് പിന്നെ Okay. ഗവൺമെന്റ് ആണ് ചെയ്യുക. Okay. അപ്പൊ നമ്മളൊക്കെ സാധാരണ ക്രിസ്മസ് ആവുന്ന സമയത്ത് ക്രിസ്മസ് ലൈറ്റ്സ് കാണാൻ പോവാന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു അതെ. എന്താ പറയാ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. Okay. അതുപോലെ ലൈറ്റിംഗ് എവിടെ ചെയ്തിട്ടുണ്ടാവും? റമദാൻ കരീം എന്ന് പറഞ്ഞിട്ട്, റംലാൻ മുബാറക് എന്ന് പറഞ്ഞിട്ട് റംലാന്റെ സമയത്ത് ചെയ്യും. Okay. അതുപോലെ ഇനിയിപ്പോ ഈദിന്റെ സമയത്ത് നമ്മളത് കാണാൻ പോകും. അത് അത്രമാത്രം ലൈറ്റിംഗ് അവർ ചെയ്തിട്ടുണ്ടാവും. Oh. Fine. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് ലണ്ടൻ മേയർ സാദിഖ് ഖാനാണ്. സാദിഖ് ഖാൻ ഇപ്പോ പെരുന്നാളൊക്കെ ആവുന്ന സമയത്ത് നല്ല ഈദിന്റെ വിഷസ് ഉണ്ടാവും. ഈദ് നമ്മുടെ ചാരിറ്റിയുടെ മന്താണ്, സോറി റമദാൻ ചാരിറ്റിയുടെ ഒരു മന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഒരു മിനിറ്റ് 1.5 മിനിറ്റിന്റെ വീഡിയോ പിന്നെ ഉണ്ടാവും ഈദിനെ കുറിച്ച്, മുസ്ലിംസിനെ കുറിച്ച്, എന്താണ് റമദാൻ, എന്താണ് ഈദ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയുടെ ഒരു വീഡിയോ ഉണ്ടാവാറുണ്ട്. പുള്ളിയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിൽ പുള്ളി അത് പോസ്റ്റ് ചെയ്യാറുണ്ട്. Okay. പിന്നെ വേറൊരു കാര്യം കൂടെ, ഇപ്പോൾ ഈദ്ഗാഹൊക്കെ നോർമലി ഇവിടെ ഈദ്ഗാഹ് നടക്കാറ് ഇവിടെ കൗൺസിലിന്റെ പിന്നെ പാർക്കുകളിലാണ്, ഗാർഡൻസിലാണ് ഇവിടെ നടക്കുക. ഇവിടെ ഓൾമോസ്റ്റ് ഇപ്പൊ നമ്മള് പഞ്ചായത്തിൽ എന്നുള്ള രീതിയിൽ തന്നെ അതിൽ കൂടുതൽ പാർക്കുകൾ ഉണ്ടാവും ഇവിടെ. നമ്മുടെ നാട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഒരു പഞ്ചായത്തിന്റെ ഒരു സർക്കിളില് അത്ര വരുന്ന ഒരു സർക്കിളിൽ 1-2 പാർക്കുകൾ ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇവിടെ. ആ പാർക്കുകളിലായിരിക്കും ഇവിടെ എല്ലാം ഈദ്ഗാഹ് ഉണ്ടാവാറ്, കൗൺസിലിന് പെർമിഷൻ എടുത്തിട്ട്. അപ്പോ ആ ഈദ്ഗാഹ് തീരുമാനിച്ചു കഴിഞ്ഞാല് കൗൺസിൽ അവിടെ ഒരു ഫ്ലെക്സ് ബോർഡ് വെക്കും അതിന്റെ എൻട്രൻസിൽ. ഇത്ര സ്ഥലം പിന്നെ പാർക്കിന്റെ ഈ ഒരു കോർണറിൽ ഇത്ര സ്ഥലം ഈ പിന്നെ പ്രയർ സ്പേസ് ആയിട്ട് മാറ്റിയിട്ട് അവിടേക്ക് എൻ്റർ ചെയ്യരുത് ബാക്കിയുള്ളവരെന്ന് അവരങ്ങനെ തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും. ശരിക്കും പാർക്കുകളൊക്കെ പരമാവധി അവർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അല്ലേ ഇങ്ങനത്തെ അതെ അതെ, നമുക്കത് തടസ്സമില്ല എന്നുള്ളതാണ്. നമുക്കൊരു പിന്നെ നമ്മുടെ ഒരു ഇവന്റിന് നമ്മുടെ നാട്ടില് എനിക്കറിയില്ല കേട്ടോ, നാട്ടിൽ ഇടയ്ക്ക് ഒരു പ്രശ്നമായി മാറുന്ന ഒരു സാഹചര്യം അല്ലേ പബ്ലിക് പാർക്കിൽ ഇപ്പൊ അങ്ങനെ ഓരോ രീതികൾ. നമ്മൾ വല്ല പ്രൈവറ്റ് സ്പേസുകളിലോ അല്ലെങ്കിൽ സ്കൂളിന്റെ ഗ്രൗണ്ടുകളിലോ അങ്ങനെയൊക്കെ അല്ലേ. ഇതെന്താ വെച്ചാൽ പബ്ലിക് പാർക്കിൽ എല്ലാവരും വരുന്നതാണ്. അന്ന് ചിലപ്പോൾ ഒരു പക്ഷെ ആ പാർക്കിൽ വരുന്ന ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ചിലപ്പോൾ ഈ പ്രയർ നടക്കുന്നതുകൊണ്ട്. പക്ഷെ അത് സർക്കാർ അതിന് പെർമിഷൻ കൊടുക്കണമെന്നുണ്ട് വെച്ചാൽ അതും കൂടെ നടക്കണം എന്നുള്ളതുകൊണ്ടാണ്. ഇവിടെ പാർക്കുകളിലാണ് ഇവിടെ ഈദ്ഗാഹ് ഉണ്ടാവാറ്. ഇവിടെ മുഫ്തി മെങ്ക് വന്ന പരിപാടികൾ ഇവിടെ പാർക്കില് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, പിന്നെ ഉണ്ടാവാറുണ്ട്. പിന്നെ പാർക്കുകളിൽ തന്നെയാണ് എല്ലാ ഈദ്ഗാഹും ഉണ്ടാവാറ്. പിന്നെ ഉള്ളത് ഇപ്പൊ വലിയ വലിയ സ്കോളേഴ്സ് ഒക്കെ വരുന്ന പരിപാടി ഇവിടെ ലണ്ടൻ എക്സിന് പോലെയുള്ള വലിയ എക്സിബിഷൻ സെന്ററിൽ ഉണ്ടാവാറുണ്ട്. ബട്ട് സ്റ്റിൽ നോർമൽ നമ്മുടെ നാട്ടിലെ പോലുള്ള ഈദ്ഗാഹുകൾ നടക്കുന്നത് ഇവിടുത്തെ കൗൺസിലിന്റെ പാർക്കുകളിലാണ്. അതും ഒരു ഭയങ്കര ഒരു കാഴ്ച തന്നെ കേട്ടോ. കാരണം അതൊക്കെ ഉണ്ടാകുമ്പോഴുള്ള ഒരു ഗുണം എന്താന്ന് വെച്ചാൽ മറ്റുള്ള ആളുകൾ ഇത് കാണുന്നു, നമ്മൾ വരുന്നതും നമ്മളന്ന് അപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കുന്നതും നമ്മുടെ ആ ഒരു ബ്രദർഹുഡും മാത്രമല്ല അന്നിങ്ങനെ അവിടെ ഡേറ്റ്സ് ഒക്കെ ഇങ്ങനെ ഡേറ്റ്സും പിന്നെ സ്വീറ്റ്സ് ഒക്കെ സേവ് ചെയ്യും. അപ്പൊ അത് അവർക്ക് മാത്രമല്ല അവിടെ ആരൊക്കെ വന്ന് അവർക്കൊക്കെ സേവ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ അത് ഭയങ്കര ഒരു കമ്മ്യൂണിറ്റി ഫീലിംഗ് കാണുമ്പോൾ ഇത് മറ്റുള്ള ആളുകൾ ഇത് കാണുമ്പോ ഇതെന്താന്ന് അറിയാനുള്ള അതാണ് ശരിക്കും നമുക്ക് വേണ്ടതും. ആളുകൾ നമ്മളിത് എങ്ങനെ കൊണ്ടുനടക്കുന്നു അറിഞ്ഞിട്ട് ഇതിലേക്ക് വരികയാണല്ലോ വേണ്ടത്. തീർച്ചയായും അതിവിടെ ശരിക്കും ഒരു അങ്ങനെ ഉണ്ട്. അപ്പൊ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികളാണ് എല്ലാവരെയും ഒരുപോലെ കാണുക. നമ്മളെ നാട്ടിൽ നിന്ന് ഇപ്പൊ അത് എടുത്തു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത് നമ്മൾ അവിടെ നിന്ന് മാതൃക സ്വീകരിക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും കാര്യങ്ങളിൽ പോരായിക ഉണ്ടെങ്കിൽ, ഇപ്പോൾ ബാങ്ക് കേൾക്കുന്നില്ല, മസ്ജിദ് അടുത്തില്ല എന്നുള്ള വിഷയങ്ങളിലൊക്കെ അത് കവർ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ എന്നുകൂടി അവിടെ ഉള്ളവർ ചിന്തിക്കുന്നു എന്നുള്ളതും കൂടി നമുക്കൊരു മാതൃകയുള്ള കാര്യം തന്നെയാണ്. യെസ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടല്ലേ? സംസാരിക്കുമ്പോ നമുക്ക് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയാനുണ്ടാവും. നിങ്ങളിങ്ങനെ
അങ്ങനെ പിന്നെന്താ വെച്ചാല് ഔട്ടർ ലണ്ടനിലൊക്കെ പോകുമ്പോ പൊതുവെ ഔട്ടർ ലണ്ടനില് പിന്നെ പോപ്പുലേഷൻ കുറവാണ്. സ്വാഭാവികമായിട്ടും മുസ്ലിംസും അപ്പൊ ചിലപ്പോൾ ഒരു പക്ഷെ ഒരുപാട് ദൂരത്തായിരിക്കും. നമ്മളിപ്പോ ഔട്ടർ ലണ്ടനിലൊക്കെ പോകുമ്പോൾ നമുക്ക് പള്ളി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറെ ദൂരമായിരിക്കും. അപ്പൊ നമുക്ക് പോകാനും ഒക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പ്രത്യേകിച്ച് ട്രാവൽ ഫെസിലിറ്റീസ് കുറവാണ്. ലണ്ടനിലെ പോലെയല്ല, നമ്മൾ ഊബർ വിളിക്കേണ്ടി വരും. അങ്ങനത്തെ ചില അതിപ്പോ ആ ഒരു ജിയോഗ്രഫിന്റെ ഒരു പ്രശ്നമാണ്, അല്ലാതെ ഒരിക്കലും അവിടെ ഇല്ല എന്നുള്ളതല്ല. നോ മസ്ജിദ് എന്നോ അല്ലെങ്കിൽ ഭയങ്കര ഫാർ ആയിട്ട് ഇതുവരെ ഒരു മസ്ജിദ് കാരണം എനിക്ക് എന്റെ ജോലിന്റെ ഭാഗമായിട്ട് ത്രൂ ഔട്ട് ലണ്ടന് ട്രാവൽ ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് നോക്കാറ്. ഒന്ന് മസ്ജിദ്, രണ്ട് ഹലാൽ മീറ്റ്, പിന്നെ 3 മലയാളി റെസ്റ്റോറന്റ്. ഇത് മൂന്നാണ് നമ്മൾ നോക്കുക, നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങള്. പിന്നെ മറ്റൊന്ന് ഇത് പറയണം എന്ന് വിചാരിച്ച ഹലാൽ ഫുഡ് എന്ന് പറയുന്നത് അതിവിടെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മള് നമ്മുടെ നാട്ടിൽ പോലും എനിക്കറിയില്ല, നമ്മൾ മലപ്പുറം വിട്ട് കഴിഞ്ഞാൽ നമ്മള് എറണാകുളമോ ട്രിവാൻഡ്രോ തൃശ്ശൂരോടൊക്കെ പോകുമ്പോൾ നമ്മൾ ആ ഒരു റെസ്റ്റോറന്റ് കയറി നോൺ വെജ് കഴിക്കുമ്പോൾ ഇത് ഹലാലാണെന്ന് ചോദിക്കാറുണ്ടോ? എനിക്ക് തോന്നുന്നത് നമ്മളത് അതൊരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് നമ്മളതിനെ കുറിച്ച് ചിന്തിക്കാറില്ല എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ നമുക്കത് നമ്മളെ നിർബന്ധമായിട്ട് ചോദിക്കും, കാരണം ഹലാലല്ലാത്തത് വരും ഇവിടെ. പക്ഷെ ഇവിടെ എല്ലാം പ്രോപ്പറായിട്ട് ഹലാല് മോണിറ്റർ ചെയ്യുന്നുണ്ട്. നമ്മളെ റെസ്റ്റോറന്റ് കയറിയിട്ട് നമുക്ക് വളരെ ഫ്രീ ആയിട്ട് ചോദിക്കാം ഇത് ഹലാൽ ഫുഡാണോ. അപ്പൊ സോറി വി ഡോണ്ട് സെർവ് ഹലാൽ എന്ന് പറയും. ഹലാലാണല്ലോ, അല്ലെങ്കിൽ അവിടെ ബോർഡ് ഉണ്ടാവും. അതും വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമുക്ക് ചോയ്സ് ഉണ്ട്. ഓക്കെ. ഇപ്പം നമ്മൾ ഇപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫ് ഷെഡ്യൂളിലൊക്കെ ഒരുപാട് തിരക്കുകളൊക്കെ ഉണ്ടാവുമ്പോൾ മനസ്സിനൊരു സമാധാനമൊക്കെ കിട്ടാൻ പീസ് റേഡിയോ പോലുള്ള മറ്റെന്തെങ്കിലും സംവിധാനങ്ങൾ, പീസ് റേഡിയോ കേൾക്കാറുണ്ടോ? ഉമ്മ പീസ് റേഡിയോന്റെ ആളാണ്. റയർലി കേൾക്കാറുള്ളൂ. ഒന്നാമത് അതിനുള്ളൊരു പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു സംഭവം വെച്ചാൽ നമ്മളെ പിന്നെ ഫോണില് പിന്നുള്ള നമ്മളെ ഖുർആൻ സംവിധാനങ്ങൾ അത് കേൾക്കുക. പിന്നെ പൊതുവെ എന്റെ വൈഫ് ഞാനത് ഫോളോ ചെയ്യും. ഞങ്ങൾ ഒരുമിച്ചുണ്ടാവുന്ന സമയത്ത് ഞങ്ങൾ ചില സ്കോളേഴ്സിനെ നമ്മളിവിടെ പിന്നെ ഫോളോ ചെയ്യാറുണ്ട്. അവർ ചിലപ്പോൾ നുമാൻ അലി ഖാൻ പോലെയുള്ള അല്ലെങ്കിൽ ഉമർ സുലൈമാൻ അങ്ങനത്തെ ചില ആളുകൾ അങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ ഫോളോ ചെയ്യാറുണ്ട്. ഉമ്മ സ്ഥിരമായി പീസ് റേഡിയോ കേൾക്കാറുണ്ട് അല്ലേ? ഉമ്മ സ്ഥിരമായിട്ട് പീസ് റേഡിയോ കേൾക്കാം. ഉമ്മാന്റെ പേരെന്താ? ഖദീജ മാനാത്തടി. ഉമ്മ സ്ഥിരമായിട്ട് കേൾക്കുന്ന ആളാണ്. ഞങ്ങള് ഉമ്മാനെ സത്യത്തിൽ കളിയാക്കും. ഉമ്മാക്ക് ഇപ്പോ ഞാൻ അങ്ങോട്ട് വിളിച്ച് ഉമ്മ കോൾ എടുക്കാൻ പറ്റില്ലെങ്കിൽ എനിക്ക് തിരിച്ച് വാട്സപ്പിൽ കോൾ ചെയ്യാൻ ചിലപ്പോൾ ഉമ്മാക്ക് അറിയില്ല. പക്ഷെ ഉമ്മാക്ക് പീസ് റേഡിയോ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം എന്ന് ഉമ്മാക്ക് കൃത്യമായിട്ടറിയാം. അപ്പൊ ഞങ്ങള് പറയും ആവശ്യമുള്ളത് കൃത്യമായിട്ട് കറക്റ്റ് കിട്ടും. സീരിയസ്ലി ഇപ്പൊ ഒരു കോള് തിരിച്ചു വിളിക്കാം, ഉമ്മാക്ക് അങ്ങോട്ട് വന്ന ഉമ്മ എടുക്കും, സംസാരിക്കും. പക്ഷെ ചിലപ്പോൾ ഒരു പക്ഷെ കോള് ചിലപ്പോൾ തിരിച്ചു വിളിക്കുമ്പോൾ അങ്ങനെ പഠിച്ചു വരുന്നേ ഉള്ളൂ ഇത്രയും സമയമായിട്ട്. പക്ഷെ പീസ് റേഡിയോന്റെ കറക്റ്റ് ഓപ്പറേഷൻ ഉമ്മാക്ക് അറിയാം. ഞങ്ങൾ ഫാമിലി ഡിസ്കസ് ചെയ്ത പോലെ അതൊരു ആവശ്യമാണെന്ന് ഉമ്മാക്ക് തോന്നിയതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതൊക്കെ പഠിക്കണല്ലോ. മറ്റിപ്പോ ഫോൺ ചെയ്യലിപ്പോ ഞാൻ അങ്ങോട്ട് വിളിക്കും, ഉമ്മ അങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കും. പക്ഷെ പീസ് റേഡിയോ ഉമ്മാക്ക് ഉമ്മ പഠിച്ചെടുക്കണം എന്ന് ഉമ്മാക്ക് അറിയാം. ഏതായാലും ഈ അനുഭവം മറ്റുള്ളവരോടും കൂടി പങ്കുവെച്ച് ഇൻഷാ അല്ലാഹ് പിന്നെ പീസ് റേഡിയോ പോലെയുള്ള സംരംഭങ്ങൾ കൂടുതൽ പ്രയോജനപ്പെടുത്താൻ ഈ കടലും കടന്ന് അവിടെ ഇത്രയും ദൂരം നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിനൊക്കെ ഒരു സമാധാന ആശ്വാസം കിട്ടാൻ ഇപ്പോൾ ഇതേപോലത്തെ പ്രോഗ്രാമുകൾക്ക് മറ്റുള്ള ആളുകളൊക്കെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പങ്കുവെച്ചു. അതുപോലെ നമ്മുടെ ജോലിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് ഇൻഫർമേഷൻസ് എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയതൊക്കെ പറ്റിയ ആളുകളൊക്കെ സജസ്റ്റ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് ടീം റേഡിയോ ഇതിനൊക്കെ സന്നദ്ധരാണ്. മറ്റൊരു ദിവസം അടുത്ത് പറഞ്ഞു അവൾ എന്തോ ഞാൻ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചില്ല. എന്തോ ഒരു കോഴ്സ് എന്താ അവള് ജോയിൻ ചെയ്തു, അറബിക് ലാംഗ്വേജിന്റെ എന്തോ. ഞാൻ എന്തോ ഒരു സംസാരത്തിൽ അങ്ങ് വന്നു പോയതാ. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചിരുന്നു അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്. കോഴ്സ് ചെയ്യുന്നതോടൊപ്പം അതിന്റെ അസൈൻമെന്റുകളും ഒക്കെ ഒരു നല്ലൊരു തർത്തീബായ രീതിയിലാണ്. ഒരുപാട് കോഴ്സുകളുണ്ട്, 500 ഉണ്ട്, പിന്നെ പല മത്സര പരീക്ഷകളുടെ കോഴ്സുകളുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ സമയം ലൈവിന്റെ സമയം കുറച്ച് നമ്മൾ അതിക്രമിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം മറ്റൊരു പ്രോഗ്രാമുമായി ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരുമിച്ചിരിക്കാം. ഇൻഷാ അല്ലാഹ് കാണാം. ബാറക്കല്ലാഹു ഫീക്കും ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.